ഹേയ് കൂട്ടുകാരി, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വാർഡ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് വാർഡ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കിയാലോ. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് വാർഡുകൾ ഉണ്ടാകുമല്ലോ. ഈ വാർഡുകളുടെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റിനെയാണ് വാർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഓർഗനൈസേഷൻ ഓഫ് വാർഡ് മാനേജ്മെൻറ്റ് നോക്കിയാലോ. ആദ്യം ഏറ്റവും ടോപ്പിൽ ഹെഡ് നേഴ്സ് ഉണ്ടാകും. ഈ ഹെഡ് നേഴ്സിൻ്റെ അണ്ടറിലായിട്ട് ഒരുപാട് വാർഡുകൾ ഉണ്ടാകും. ഈ വാർഡുകളെ ഓരോരോ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ഓരോരോ വാർഡ് ഇൻചാർജ് സ്റ്റാഫ് നേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. ഈ വാർഡ് ഇൻചാർജ് സ്റ്റാഫ് നേഴ്സിൻ്റെ അണ്ടറിലാണ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് നേഴ്സുകൾ അല്ലെങ്കിൽ നേഴ്സസ് വരുന്നത്. ഇതിനും അടിയിലാണ് സ്റ്റുഡൻറ്റ് നേഴ്സ്, അറ്റൻഡൻറ്റ് ആൻഡ് സ്വീപ്പേഴ്സ് വരുന്നത്. നമുക്കിനി ഓരോരോ ഫാക്ടേഴ്സായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു വാർഡ് മാനേജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് ഗുഡ് നോളജ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ്. അതായത് വാർഡ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് നല്ല ഒരു അറിവുണ്ടായിരിക്കണം, അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ നേരത്തെ ഓർഗനൈസേഷൻ പാറ്റേണിൽ ഹൈയിൽ നോക്കിയല്ലോ, അതായത് ഹെഡ് നേഴ്സ്, വാർഡ് ഇൻചാർജ് തുടങ്ങിയവരൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിരിക്കണം. ഇത് നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാർഡ് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം. ഇവർക്ക് ഒരു വാർഡിലുള്ള ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാനും അവിടെ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസിനെ മുൻകൂട്ടി കാണാനും ഓരോ പ്രോബ്ലംസും ഇൻ്റലിജൻ്റ്ലി സോൾവ് ചെയ്യാനുമുള്ള നോളജ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് എ വെൽ പ്ലാൻ വർക്ക് ഷെഡ്യൂൾ. അതായത് നല്ല കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഡ്യൂട്ടി ഹോസ്റ്റർ ഇൻ്റലിജൻ്റായിട്ട് പ്ലാൻ ചെയ്യുന്നതും ശരിയായ സ്ഥലത്ത് ശരിയായ സ്റ്റാഫിനെ സ്കിൽഫുള്ളായിട്ട് പ്ലേസ് ചെയ്യുന്നതുമൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കത്തുള്ളൂ. പിന്നെ പ്ലാനിങ് ടൈം സേവ് ചെയ്യുന്നുണ്ട്, എനർജി സേവ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ സേവ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇംപ്ലിമെൻറ്റിംഗ് ദി നഴ്സിംഗ് കെയർ ആൻഡ് സ്റ്റാർട്ടിങ് ഡേ വർക്ക് ഓൺ ടൈമാണ്. അതായത് എല്ലാ ലെവലിലുള്ള നേഴ്സസും, അതിപ്പോഴും ഹെഡ് ആയിക്കോട്ടെ, അല്ലാതെ സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ, സീനിയേഴ്സ് ആയിക്കോട്ടെ, ആരായാലും കൃത്യസമയത്ത് വന്നിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിരിക്കണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം സ്റ്റാഫുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെയൊരു ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിന് കിട്ടേണ്ട എല്ലാത്തരം കെയറിനെയും. അടുത്തത് ഡിസ്റ്റർബൻസ് ഓർ ഇൻട്രപ്ഷൻ ഓഫ് നഴ്സിംഗ് കെയർ. നഴ്സിംഗ് കെയർ നൽകുന്നതിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇത് പല സിറ്റുവേഷൻസിലും സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ആബ്സെൻറ്റിസം, ലീവ് ഡ്യൂ ടു സിക്നെസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാക്കുകയും ബാക്കി വരുന്ന കുറച്ച് സ്റ്റാഫിൻ്റെ മുകളിൽ വർക്ക് ഓവർലോഡ് വരികയും ചെയ്യും. അപ്പോൾ ലീവ് എടുക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ലീവ് എടുക്കുമ്പോൾ അതിനൊരു സൊല്യൂഷൻ, അതായത് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കെയർ ഇൻട്രപ്റ്റ് ആകാത്ത രീതിയിലുള്ള ഒരു വഴി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ സ്റ്റാഫ് ഷോർട്ടേജ് വരികയാണെങ്കിൽ ഹെഡ് നേഴ്സ് ആയിരിക്കണം ഡ്യൂട്ടി ഹോസ്റ്റലിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഈ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഈ ഒരു ഉണ്ടാകുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത്. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കണ്ടിന്യൂഷൻ ഓഫ് ദി വാർഡ് ആക്ടിവിറ്റി റൂട്ടീൻസ് ആണ്. എല്ലാ നേഴ്സുമാരും വാർഡ് റൂട്ടീൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് റൂട്ടീൻസ് എന്നൊക്കെ. ഒരു സ്റ്റാഫ് നേഴ്സിന് യൂഷ്വലി ഉണ്ടാകുന്ന വാർഡിലുണ്ടാകുന്ന റൂട്ടീൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഷിഫ്റ്റിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ടേക്കിംഗ് ഓവറും ഹാൻഡിങ് ഓവറും, പിന്നെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്, പിന്നെ ചെക്കിംഗ് യൂണിറ്റ് ക്ലീൻനെസ് ആൻഡ് മെഡിസിൻ കാർഡ്സ്, ഡോക്ടേഴ്സ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പേഷ്യൻ്റ് ഡീറ്റെയിൽസ് സമ്മറൈസ് ചെയ്യുന്നത്, അവിടെ വരുന്ന ടെലിഫോൺ കോൾസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ ചെക്കിംഗ് ആൻഡ് ഓർഡറിങ് ദി സപ്ലൈസ്, പിന്നെ കീപ്പിംഗ് ഓൾ ദി ഡ്രഗ്സ് ആൻഡ് സപ്ലൈസ് അണ്ടർ ചെക്ക്, കെയറിങ് ഔട്ട് മോർണിംഗ് കെയർ ഓഫ് ദി പേഷ്യൻസ്. എല്ലാ നഴ്സുമാരുടെയും അപ്രൂവൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക് ഷെഡ്യൂൾ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസോ റൂൾസോ റെഗുലേഷൻസോ ഒക്കെ പ്ലാൻ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പാടുള്ളൂ. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാനിങ് വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ സമാധാനപൂർണവും സ്മൂത്തും ആക്കാൻ സഹായിക്കും. അടുത്തത് ഇൻട്രൊഡക്ടറി ട്രെയിനിങ് ആൻഡ് ഓറിയൻറ്റേഷൻ ടു ദി ന്യൂലി അപ്പോയിൻറ്റഡ് സ്റ്റാഫ്. പുതിയതായിട്ടൊരു സ്റ്റാഫ് അപ്പോയിൻറ്റഡ് ആവുകയാണെങ്കിൽ അവിടുത്തെ ഹെഡ് നേഴ്സ് ഈ ഒരു സ്റ്റാഫിന് ഓറിയൻറ്റേഷൻ നൽകണം. അതായത് ഈ ഹോസ്പിറ്റൽസിൻ്റെ റൂൾസ് എന്തൊക്കെയാണ് റെഗുലേഷൻസ് എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു ഓറിയൻറ്റേഷൻ നൽകുക. ഇങ്ങനെ നൽകുമ്പോൾ പുതിയതായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഒന്ന് അഡാപ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നേഴ്സിന് ഇത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ ഒരു ജോലി കുറച്ചുകൂടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് ജോലി ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റാഫിനെ സഹായിക്കും. അടുത്തത് ബീങ് ഫെയർ ടു ഓൾ ദി സ്റ്റാഫ്. അതായത്
ഒരു ടൈം കഴിയുമ്പോഴും ഈ ഒരു സ്റ്റാഫിൻ്റെ സാലറി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അതായത് പുതുക്കണം, കൂട്ടിക്കൊടുക്കണം. ഏറ്റവും അവസാനത്തെ ഫാക്ടറാണ് മെയിൻറ്റെയിനിങ് ഹൈ മോറൽ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ മോറൽ, ഡിഗ്നിറ്റി, റെസ്പെക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈ ആയിട്ട് എന്നും ആ ഒരു ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യണം. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് മുമ്പത്തെ വർഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ഒന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കി വെക്കുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ വീഡിയോ വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോഴും 4th ഇയറിൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള ഇയേഴ്സിൻ്റെ ചെയ്യാൻ തുടങ്ങുന്നതാണ്. സോ കീപ്പ് ഇൻ ടച്ച്. ബൈ ബൈ.